ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പേ ഓഫ് മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു മെട്രിക്സിനെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, രണ്ട് പ്ലെയേഴ്സ് ഉണ്ട് ആൻഡ് അവരുടെ സ്ട്രാറ്റജീസും തന്നിട്ടുണ്ട്. പ്ലെയർ വണ്ണിൻ്റെ സ്ട്രാറ്റജീസ് ആണ് ടി, എം, ബി ആൻഡ് പ്ലെയർ ടുവിൻ്റെ സ്ട്രാറ്റജീസ് ആണ് എൽ, ആർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എബവ് പേ ഓഫ് മെട്രിക്സ്? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? പ്ലെയർ വൺ ഹാസ് ടു സ്ട്രിക്ട്ലി ഡോമിനേറ്റഡ് സ്ട്രാറ്റജീസ്. എന്താണ് ഡോമിനേറ്റഡ് സ്ട്രാറ്റജി? ഡോമിനേറ്റഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. ഡോമിനന്റ് സ്ട്രാറ്റജി എന്താണ്? അതായത് ബെറ്റർ സ്ട്രാറ്റജിയാണ്, നല്ല ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഡോമിനന്റ് സ്ട്രാറ്റജി. സോ ഇവിടെ പ്ലെയർ വണ്ണിന് രണ്ട് ഡോമിനേറ്റഡ് സ്ട്രാറ്റജീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പേ ഓഫ് മെട്രിക്സ് വെച്ച് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഏതാണ്? നമുക്ക് പ്ലെയർ വണ്ണിന് 3 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ടി, എം ആൻഡ് ബി. ഓക്കെ, ഇനി പ്ലെയർ 2 എൽ സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. പ്ലെയർ വണ്ണിന്റെ പേ ഓഫ്സ് എന്തൊക്കെയാണ്? 1, 2, 3. ഓക്കെ, ടി സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ 1, എം ചൂസ് ചെയ്യുമ്പോൾ 2, ബി ചൂസ് ചെയ്യുമ്പോൾ 3. സോ എന്താണ്, ടീനെക്കാട്ടിലും ബെറ്റർ ആണ് എം ആൻഡ് എമ്മിനെക്കാട്ടിലും ബെറ്റർ ആണ് ബി. സോ പ്ലെയർ 2 എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോൾ ബി ആണ് എന്ത് പ്ലെയർ വണ്ണിന് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ആറ് നോക്കുകയാണെങ്കിലോ, പ്ലെയർ 2 ആറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലെയർ വണ്ണിന്റെ പേ ഓഫ്സ് എത്രയാണ്? 0, 1, 2 ആണ്. ഇവിടെ നോക്കിയേ, 0 ആണ് 1നെക്കാളും ചെറുത് ആൻഡ് 2നെക്കാളും ചെറുതാണ് 1. സോ ഇവിടെ എന്താണ്, ബി ആണ് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആർക്ക്? പ്ലെയർ വണ്ണിന്. സോ ഇവിടെ ബി ആണ് ഡോമിനന്റ് സ്ട്രാറ്റജി. സോ ബി ഡോമിനന്റ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ എന്താണ്, ടിയും എമ്മും ഡോമിനേറ്റഡ് സ്ട്രാറ്റജീസ് ആണ്. സോ പ്ലെയർ വൺ ഹാസ് 2 സ്ട്രിക്ട്ലി ഡോമിനേറ്റഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നൺ ഓഫ് ദി സ്ട്രാറ്റജീസ് ഓഫ് പ്ലെയർ 2 ആർ വീക്ക്ലി ഡോമിനേറ്റഡ്. എന്താണ്, പ്ലെയർ 2വിന്റെ ഒരു സ്ട്രാറ്റജി വീക്ക്ലി ഡോമിനേറ്റഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം, പ്ലെയർ 2വിന്റെ കേസ് നോക്കാം. പ്ലെയർ 2വിന് 2 സ്ട്രാറ്റജീസ് ആണുള്ളത്, എല്ലും ആറും. സോ പ്ലെയർ 1 ടി സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോൾ പ്ലെയർ 2വിന്റെ പേ ഓഫ്സ് ആണ് 5ഉം 3ഉം. സോ ഇവിടെ ഹയർ പേ ഓഫ് കിട്ടുന്ന ഏതാണ്? എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴാണ്. ആൻഡ് പ്ലെയർ 1 എം ചൂസ് ചെയ്യുമ്പോഴോ 6ഉം 4ഉം ആണ് പ്ലെയർ 2വിന്റെ പേ ഓഫ്സ് വരുന്നത്. ഇവിടെ എന്താണ്, എൽ ചൂസ് ചെയ്യുമ്പോഴാണ് പ്ലെയർ 2വിന് ബെസ്റ്റ് പേ ഓഫ് കിട്ടുന്നത്. ആൻഡ് ഇനി പ്ലെയർ 1 ബി സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴോ എന്താണ്, 7ഉം 2ഉം ആണ് പേ ഓഫ്സ് വരുന്നത്. ഇവിടെ എന്താണ്, പ്ലെയർ 2വിന് എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴാണ് എന്ത് ബെസ്റ്റ് പേ ഓഫ് കിട്ടുന്നത്. സോ ഈ 3 കേസിലും എന്താണ്, പ്ലെയർ 2വിന് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൽ ആണ്. 6 ചൂസ് ചെയ്യുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ എൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യാണ് പ്ലെയർ 2വിന് ബെസ്റ്റ്. സോ എൽ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പ്ലെയർ 2വിന്റെ ഡോമിനന്റ് സ്ട്രാറ്റജിയാണ്. സോ എൽ ഡോമിനന്റ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ആർ എന്താണ്, ഡോമിനേറ്റഡ് സ്ട്രാറ്റജിയാണ്. സോ നൺ ഓഫ് ദി സ്ട്രാറ്റജീസ് ഓഫ് പ്ലെയർ 2 ആർ വീക്ക്ലി ഡോമിനേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആർ എന്ന് പറയുന്നത് വീക്ക്ലി അല്ല, ശരിക്കും സ്ട്രോങ്ലി ഡോമിനേറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വീക്ക്ലി ഡോമിനേറ്റഡ്. ഇനി എന്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്? സ്ട്രാറ്റജി ടി വീക്ക്ലി ഡോമിനേറ്റ്സ് സ്ട്രാറ്റജി ബി. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? സ്ട്രാറ്റജി ടി സ്ട്രാറ്റജി ബിനെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പ്ലെയർ വണ്ണിന്റെ ഡോമിനന്റ് സ്ട്രാറ്റജിയാണ്. സോ ടി വീക്ക്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ബി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് എന്താണ്, ബി സ്ട്രിക്ട്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ടി എന്ന് പറയാം. ശരിക്കും എന്താണ്, ബി സ്ട്രാറ്റജി ടീനെ സ്ട്രിക്ട്ലി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബി ആണ് അവിടെ എന്ത് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ സ്ട്രാറ്റജി ടി വീക്ക്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ബി എന്ന് പറയുന്നത് എന്താണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്ട്രാറ്റജി എം ഓഫ് പ്ലെയർ 1 വിൽ നെവർ ബി യൂസ്ഡ് ഇൻ നാഷ് ഇക്വിലിബ്രിയം. സോ എന്താണ്, എം
നാഷ് ഇക്വിലിബ്രിയത്തിൽ യൂസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയേ, നമുക്കിവിടെ എന്താണ് പ്ലെയർ 1നും പ്ലെയർ 2വിനും ഡോമിനന്റ് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ. സോ രണ്ടിനും ഡോമിനന്റ് സ്ട്രാറ്റജീസ് ഉള്ളത് കൊണ്ട് രണ്ടുപേരും എന്താണ് രണ്ടുപേരുടെയും ഡോമിനന്റ് സ്ട്രാറ്റജി ആയിരിക്കും ചൂസ് ചെയ്യുക. അതിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബെസ്റ്റ് ഔട്ട്കം അല്ലെങ്കിൽ ഇത് കൂടുതൽ പേ ഓഫ് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. സോ രണ്ടുപേരും എന്തായിരിക്കും രണ്ടുപേരുടെയും ഡോമിനന്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. അതേതാണ് ബിയും എല്ലും ആണ്. ഈ ഒരു കോളം വരുന്ന പേ ഓഫ് വരുന്ന സ്ട്രാറ്റജിയാണ് എന്ത് പ്ലെയർ 1ഉം പ്ലെയർ 2ഉം ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് എം എന്ന് പറയുന്നത് ഒരിക്കലും നാഷ് ഇക്വിലിബ്രിയത്തിൽ വരില്ല. സോ സ്ട്രാറ്റജി എം ഓഫ് പ്ലെയർ 1 വിൽ നെവർ ബി യൂസ്ഡ് ഇൻ നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇനി എന്താണ് സ്ട്രാറ്റജി എം സ്ട്രിക്ട്ലി ഡോമിനേറ്റ്സ് സ്ട്രാറ്റജി ടി. എന്താണ് എം സ്ട്രാറ്റജി ടീനെ സ്ട്രിക്ട്ലി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കിയേ ഇവിടെ എമ്മും ടിയുടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ടിയും എമ്മൂടെ കൺസിഡർ ചെയ്യുമ്പോൾ പ്ലെയർ 1ന് ബെസ്റ്റ് ഔട്ട്കം കിട്ടുന്ന എപ്പോഴും എം സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴാണ്. സോ വി ക്യാൻ സേ ദാറ്റ് സ്ട്രാറ്റജി എം സ്ട്രിക്ട്ലി ഡോമിനേറ്റ് സ്ട്രാറ്റജി ടി. അതും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഏതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദി പേ ഓഫ് മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ആൻഡ് ഡി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ആൻഡ് ഇയും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദി കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ദാറ്റ് ഈസ് എ, ഡി ആൻഡ് ഇ ഓൺലി.